എല്ലാവർക്കും നമസ്കാരം. ഞാനും എൻ്റെ അച്ചാച്ചനും കൂടെ ഇന്ന് ARM എന്ന് പറയുന്ന ഒരു സിനിമ കാണാൻ പോവാണ്. അച്ചാച്ചൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ. നിങ്ങൾക്കറിയായിരിക്കും, മലയാള സിനിമയിലെ പ്രശസ്ത സംവിധായകനായിട്ടുള്ള മധു തത്തമ്പള്ളി. പുള്ളിയാണ് യമഹ എന്ന് പറയുന്ന സിനിമ പുതിയതായിട്ട് ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് ഞങ്ങൾ SV സിനിമാസിൽ പോയിട്ട് ARM കാണുവാണ്. ബാഡ് ബോയ്സിന്റെ റിവ്യൂ ഇടാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. ബട്ട് അത് ഇടാൻ പറ്റിയില്ല, കാരണം സിനിമ വലിയ സുഖമില്ലെന്നാണ് കേട്ടത്. അതുപോലെ അത് കായംകുളത്തിലില്ല ആ സിനിമ. സോ അതുകൊണ്ട് ഞങ്ങളാണെങ്കിൽ ARM കാണാൻ പോകുന്നതിന് മുമ്പേ ഞങ്ങളാണെങ്കിൽ അച്ചാച്ചൻ്റെ ഒരു സുഹൃത്തുണ്ട്, ലിബി അങ്കിൾ എന്നാണ് പേര്. അപ്പം പുള്ളി ഒന്നാം കുറ്റിയിൽ ഒരു കട തുടങ്ങിയിട്ടുണ്ട്. ചിപ്സ് വേൾഡ് എന്നാണ് കടയുടെ പേര്. സോ അവിടെ എല്ലാ വെറൈറ്റി ഓഫ് ചിപ്സും കിട്ടും. സോ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ ARM കാണാൻ പോവാണ്. സോ ഗൈസ്, ഞാനും എൻ്റെ അച്ചാച്ചനും കൂടി ഇപ്പോൾ അജയൻ്റെ രണ്ടാം മോഷണം ARM പോയി കണ്ടിട്ട് വന്നേക്കുവാണ്. സോ സിനിമയുടെ ഡയറക്ടർ ആരാണെന്ന് വെച്ചാൽ അത് ജിതിൻ ലാലാണ്. സിനിമയുടെ പ്രൊഡ്യൂസറാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ. സോ ഈ ഒരു സിനിമ ഒരു പഴയകാല സിനിമ, പഴയ ഒരു സംഭവമുണ്ട്, അതുപോലെ പുതിയ സംഭവമുണ്ട്, പിന്നെ ഏറ്റവും പുതിയ സംഭവമുണ്ട്. അതായത് ഈ പണ്ട് തൊട്ട് ഈ പുതിയത് വരെയുള്ള ഒരു സംഭവമാണ്. അപ്പം സിനിമയിനകത്ത് 3 ക്യാരക്ടേഴ്സായിട്ട് ടൊവിനോ അഭിനയിച്ചിട്ടുണ്ട്. സിനിമയിനകത്ത് ടൊവിനോ ആണെങ്കിൽ നല്ല വേഷം തന്നെയാണ് ആ 3 ക്യാരക്ടറിനും ചെയ്തു വെച്ചത്. ഒരു ഒറ്റ ക്യാരക്ടർ ഇല്ലെങ്കിൽ ഈ സ്റ്റോറി തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. എനിക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ അജയൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ ഭയങ്കര ഡീസൻ്റ് ആണ്. സോ ആ ക്യാരക്ടറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. സോ ടൊവിനോ ആ 3 ക്യാരക്ടറും ടൊവിനോ നല്ല ഭംഗിയായിട്ട് ടൊവിനോ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ എനിക്ക് നന്നായിട്ട് സിനിമ ഇഷ്ടപ്പെട്ടു. കാരണം ഈ ടൊവിനോട് ഈ ആക്ടിങ് കാരണം കൊണ്ട് മാത്രമാണ് എനിക്ക് സിനിമ അത്രയും ഇഷ്ടപ്പെട്ടത്. അതുപോലെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റോറീസ്. അതായത് സിനിമയാണെങ്കിൽ പ്രഡിക്റ്റബിൾ ആയിരുന്നു ചില സമയത്തൊക്കെ എനിക്ക്. ബട്ട് സിനിമയെ എൻജോയ് ചെയ്ത് ഞാൻ കണ്ടു. കാരണം അത്രയ്ക്കും പ്രഡിക്റ്റബിൾ ആയിട്ടും സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്രയും നല്ല സിനിമയാണ്. എല്ലാവരും തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഞാൻ 3Dയിലാണ് പോയി കണ്ടത്. 3Dയിൽ കാണുന്നത് എനിക്ക് സിനിമയൊന്നും എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. കാരണം കൽക്കിയൊക്കെ ഞാനാണെങ്കിൽ 3D പോയി കണ്ടിട്ട് എനിക്ക് ആ സിനിമയൊന്നും ചൊവ്വേ നേരെ കാണാൻ പോലും പറ്റിയില്ല. സോ അതുകൊണ്ട് എനിക്ക് 3D ഗ്ലാസ്സസ് ഒക്കെ ഇട്ടിട്ട് ഈ ഒരു സിനിമയൊക്കെ കാണുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. സോ അങ്ങനെ ഞാൻ ആദ്യം പോയി കണ്ട അവതാറാണ്. അന്നേ തൊട്ടേ എനിക്ക് മടുത്തി 3D സിനിമാസ് പോയി കാണുന്നത് തന്നെ. പിന്നെയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ പോയി കാണത്തില്ല എന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ ARM പോയി കണ്ടത്. നല്ല സിനിമയാണ്. 3D മലയാളം മൂവീസ് ബെസ്റ്റ് ആണെന്ന് പറയാൻ പറ്റിയ ഒരു സിനിമ ARM ആണ്. സോ എല്ലാവരും പോയി തിയേറ്റർ എക്സ്പീരിയൻസ് കാണുക. മൊബൈലിലൊക്കെ കാണുവാണെങ്കിൽ സിനിമ പക്ക ബോറായിരിക്കും. ഈ തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ് സിനിമയ്ക്ക്. 3D തന്നെ പോയി കാണണം, 2D ഒന്നും കാണല്. സോ ഗൈസ്, കിഷ്കിന്ദ കണ്ടോണെങ്കിൽ ഞാൻ 2 ദിവസത്തിനുള്ളിൽ തന്നെ പോയി കാണുന്നതായിരിക്കും. സോ അതിൻ്റെ റിവ്യൂ ആയിട്ട് അടുത്ത ആഴ്ച വരുന്നവരെ ബൈ.